എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്ന കഥ, ബാലേന്ദ്രൻ ഗൾഫിലായിരുന്ന സമയത്ത് ബാലേന്ദ്രന് അവിടെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെ അവരുടെ അമ്മ മരിച്ചു പോയത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. ബാലേന്ദ്രന് പെട്ടെന്ന് ഖത്തറിൽ നിന്ന് ദുബായിലേക്ക് പോരേണ്ടി വന്നു. അവർ തമ്മിലുള്ള ബന്ധം അങ്ങ് അറ്റുപോയി. പിന്നീട് ആണ് അവർ നാട്ടിൽ ചെന്നതിന് ശേഷമാണ് അവരറിയുന്നത് അവർ പ്രഗ്നൻ്റ് ആണെന്ന്. അവർ പ്രസവിച്ചു, ആ കുട്ടിയെ ഓർഫനേജിൽ ഏൽപ്പിച്ചു. ഇങ്ങനെയുള്ള കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു ഫോൺ കോൾ വരും. ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പുറത്തേക്ക് പോകുന്നു. അന്നേരം അവർക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് ശിവൻ്റെ കൂടെ വന്നവർക്കും. അപ്പം ശിവൻ ചോദിക്കുന്നുണ്ട്, അപ്പം ഈ പറഞ്ഞു വരുന്നത് അവൻ്റെ മകളാണ് അലീന എന്നാണോ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ്റെ അളിയൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പം അളിയൻ പറയുന്നുണ്ട്, ഈ കഥ എനിക്കങ്ങ് വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല. കാരണം ആ സമയത്ത് അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവൻ കഷ്ടപ്പെട്ടാണ് 2 പെങ്ങന്മാരെയും വിവാഹം കഴിപ്പിച്ച് വിടുകയും ഒക്കെ ചെയ്തത്. ആ സമയത്ത് ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി യാതൊരു സൂചന പോലും കിട്ടിയിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവർ പറയും, ഏതായാലും അയാളിങ്ങ് തിരിച്ചു വരട്ടെ, നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. ഈ സമയം ബാലേന്ദ്രൻ ഫോൺ കോൾ വന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയത് മനുവിൻ്റെ കോൾ എടുക്കാനായിരുന്നു. മനു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിളെ ഈ കേൾക്കുന്നത്? എന്നും ഈ ചർച്ചയൊക്കെ തന്നെയാണ്, എവിടെ വരെ എത്തി ചർച്ച എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട്, എത്രയൊക്കെ ചർച്ച നടത്തിയാലും അലീനെ ആ വീട്ടിൽ നിന്ന് മാറ്റാതെ ആൻറ്റി സമ്മതിക്കത്തില്ല, അത് ഒരു പോംവഴി ഉള്ളൂ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ എൻ്റെ മകളാണ്, അവളെ ഞാൻ അവിടുന്ന് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അതാണ് തീരുമാനമെങ്കിൽ നിങ്ങളിങ്ങനെ ചർച്ച നടത്തി സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും കുടം കമഴ്ത്തി വെച്ചാണ് അതിനകത്ത് വെള്ളം ഒഴിക്കുന്നത്, അതുകൊണ്ട് ആ ചർച്ച അങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, എനിക്ക് ഒരു ബോംബ് കൂടെ ഇവിടെ പൊട്ടിക്കാനുണ്ട്, എന്നിട്ട് ചർച്ച നിർത്താമെന്ന്. അന്നേരം മനു ചോദിക്കും, ആ ബോംബ് എന്താണ് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെന്താണ് എന്നൊക്കെ നിന്നോട് ഞാൻ പിന്നെ പറയാം, ഏതായാലും ആ കാര്യം അങ്ങ് നടത്തട്ടെ എന്ന് പറയുന്നു. നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊല്ലപ്പള്ളിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും മനു പറയുന്നുണ്ട്. ഏതായാലും പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ബാലേന്ദ്രൻ അകത്തോട്ട് ചെല്ലുക. ഏതായാലും ബാലേന്ദ്രൻ തിരിച്ച് കയറി ചെന്നിട്ട് പറഞ്ഞു തുടങ്ങുന്ന കഥ വൈജയന്തിയുടെയാണ്. വൈജയന്തി ആഗ്രയിൽ ചെന്നതിന് ശേഷം സ്റ്റാൻലി എന്ന് പറഞ്ഞ ആ ഓഫീസർ ഉണ്ടല്ലോ, അയാളുടെ കെയർ ഓഫിൽ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു എന്നിങ്ങനെ പറയുമ്പോൾ, ഇതല്ലല്ലോ നീ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എന്ന് പറയുക. അന്നേരം എനിക്ക് ചില സമയത്ത് മറവിയുണ്ട്, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ പറയാമെന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് ആ പെൺകുട്ടി തിരിച്ചു പോയല്ലോ ബാലേന്ദ്രൻ ഇഷ്ടപ്പെട്ടെ, ആ പെൺകുട്ടി നാട്ടിൽ ചെന്നതിന് ശേഷം പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു, കുഞ്ഞിനെ പ്രസവിക്കുന്നു, ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിക്കുന്നു. ഈ അടുത്ത കാലത്ത് അവൾ മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ് എന്നുള്ള കാര്യമൊക്കെ ഓർഫനേജിൻ്റെ നടത്തിപ്പുകാരിയായ ബ്രിജിത്താമ്മയെ അറിയിച്ചിരുന്നു. ബ്രിജിത്താമ്മ ഈ കാര്യം ബാലേന്ദ്രനെ വിളിച്ചറിയിക്കുന്നു. ബാലേന്ദ്രൻ ആ കുഞ്ഞിനെ കാണാൻ ചെല്ലുന്നു. ബാലേന്ദ്രനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു തൻ്റെ മകളെ. കണ്ടിട്ടും കൊതി തീരുന്നില്ല. അവളെ ഇനി അനാഥയാക്കി വളർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബ്രിജിത്താമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്, അവൾ ഇനി അനാഥയല്ല, അവളെ ഞാൻ ഇനി സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ അവളെ എങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുവരുമെന്ന് ഞങ്ങൾ തല പുകഞ്ഞ് ആലോചിച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിജിത്താമ്മ തറവാട്ടിൽ വന്ന് മുത്തശ്ശനെ കാണുന്നതും മുത്തശ്ശിയെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ തരാമെന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ പിന്നീട് ഇവർ പോയി അലീനെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അങ്ങ് ചാടി എഴുന്നേക്കുവാണ് ശിവൻ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമില്ലേടാ, എൻ്റെ പെങ്ങളെ വഞ്ചിച്ചിട്ട് നീ വ്യഭിചരിച്ചുണ്ടാക്കിയ ഒരു കുട്ടിയും കൊണ്ട് വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ നിനക്ക് നാണമില്ലേ? എൻ്റെ പെങ്ങളെ നീ ചതിക്കുമല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ചതിയാണോ ശിവേട്ടാ, സംഭവിച്ചു പോയതല്ലേ എന്ന്. അന്നേരം നീ ചതിച്ചത് പോരാഞ്ഞിട്ട് ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം എന്തായിരുന്നു? എവിടെയോ കിടന്ന് തേപിടിച്ചൊക്കെ ഉണ്ടായ എന്ന് പറഞ്ഞൊരു തെറി രീതിയിൽ സംസാരിക്കുകയാണ് അലീനെക്കുറിച്ച്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട ശിവേട്ട, എൻ്റെ മകളെക്കുറിച്ച് അനാവശ്യമായിട്ട് സംസാരിക്കരുത്, അതെനിക്കിഷ്ടമല്ല എന്ന് പറയും. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു കൊച്ചുണ്ടായിക്കഴിഞ്ഞാൽ അതിന് എന്തിനാണ് നിൻ്റെ തറവാട്ടിലോട്ട് നീ കൂട്ടിക്കൊണ്ട് വന്നെ? അതിനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് വളർത്താൻ മേലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, എൻ്റെ മകൾ ഇനി എൻ്റെ കൂടെ ജീവിക്കും, അതേ നടക്കുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുവാണ്. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ശിവൻ്റെ കൂടെ വന്ന ആ സുഭാഷ് എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾ വ്യഭിചരിച്ച് ഉണ്ടാക്കിയ ഒരു കുട്ടിയെ പറ്റി ഇവിടെ വിളമ്പാൻ? ആ കുഞ്ഞിനെ ആ പെൺകുട്ടിയെ നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ട് താമസിപ്പിച്ചു, നിങ്ങൾ ഭാര്യയും മക്കളുമായിട്ട് സ്വർഗം പോലെ കഴിഞ്ഞ ഒരു കുടുംബം നിങ്ങൾ നശിപ്പിച്ച് വെച്ചേക്കുവാണ്, അതിനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് എന്നൊക്കെ അവർ സംസാരിക്കുന്നത്. അപ്പം ബാലേന്ദ്രൻ പറയും, അങ്ങനെ കൊണ്ട് കളയാനൊന്നും പറ്റില്ല, എൻ്റെ മകളാണ്, അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ തന്നെ കാണും, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ശിവൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറി
ചോദിക്കുക, നീ എൻ്റെ പെങ്ങളെ ചതിച്ചു, അങ്ങനെ ഒരു ചതി ചെയ്തിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ നട്ടൽ നിവർത്തി നിൽക്കാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നു, പൊട്ടിത്തെറിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, എനിക്ക് അങ്ങനെ ഒരു സംഭവം നടന്നു, ഞാൻ സമ്മതിച്ചു, പക്ഷേ ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് വൈജയന്തി കന്യകയായിരുന്നു, അത് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതേ തോന്നിയാവസം പറയരുതെന്ന് ശിവൻ പറയും. അന്നേരം ബാലേന്ദ്രൻ ഭയങ്കര കൂളായിട്ട് നിന്നിട്ട് ചോദിക്കുവാണ്, എന്തിനാ ശിവേട്ടാ പൊട്ടിത്തെറിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് മര്യാദയ്ക്ക് മറുപടി പറയാലോ, എൻ്റെ പെങ്ങൾ കന്യകയായിരുന്നു, നിന്നെപ്പോലെ അല്ലായിരുന്നു എന്ന് പറയാലോ, എന്തേ അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും ശിവൻ നിന്ന് വേർക്കുവാണേ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നോട് പറ, അങ്ങനെയാണെങ്കിൽ തുറന്ന് പറ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പറയുന്നത് കറക്റ്റ് ആയിരിക്കണം, അങ്ങനെ അല്ല എങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും തെറ്റും, എങ്കിൽ തുറന്ന് പറഞ്ഞോളൂ, നിങ്ങളുടെ പെങ്ങൾ പരിശുദ്ധിയായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അന്തേക്ക് ശിവന് വാക്കില്ലാണ്ടാവുകയാണേ. ശിവൻ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പയ്യെ അങ്ങ് മാറി നിൽക്കുക. അന്നേരം കൂടെ വന്ന വേറൊരാളുണ്ടല്ലോ, കമലയുടെ ആങ്ങള, അയാൾ പറയുവാണ്, അതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മകളുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ആ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റത്തില്ല, അതിനെ വേറെ എവിടെയെങ്കിലും പോയി കൊണ്ടുപോയി താമസിപ്പിച്ചോണം, എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുത്തോണം, അതിനപ്പുറം ഒരു കാര്യവും അവിടെ നടക്കുകയില്ല എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ, അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ മകൾ എൻ്റെ കൂടെ തന്നെ ജീവിക്കും, അതിന് യാതൊരു മാറ്റമല്ല, ഇതിന് അപ്പുറവും ഇപ്പുറവും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നു. അവിടെ വായടച്ച് മിണ്ടാതെ നിൽക്കുവാണ് ശിവന് പിന്നെ ഒന്നും പറയുന്നില്ല. കാരണം ഇനി പറയണമെങ്കിൽ സ്വന്തം പെങ്ങൾ കന്യകയായിരുന്നു എന്ന് ബാലേന്ദ്രനോട് പറയണം, അത് പറയാൻ ഇങ്ങർക്ക് പറ്റത്തില്ലല്ലോ, അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലെല്ലാം തെറ്റുമെന്നും ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ബാലേന്ദ്രനോട് സംസാരിക്കുമ്പം ഒരു ചെറിയ പേടി കാണും ശിവന്, ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞു നിർത്തുക. പിന്നെ ബാലേന്ദ്രൻ വീട്ടിലോട്ട് തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ഭയങ്കര ടെൻഷനോടെ നിൽക്കുന്ന അലീനെ കാണിക്കുന്നുണ്ട്. അലീന വന്നു കഴിയുന്നത് ഇങ്ങനെ എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു ആകാംക്ഷയോടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഇത്തിരി തണുത്ത നാരങ്ങ വെള്ളം എടുത്തുകൊണ്ട് പോവാ, അകത്തും പുറത്തും നല്ല ചൂടാണ്, പിന്നെ പോയ കാര്യങ്ങൾ കുറച്ച് പറയാനും ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് അലീന റൂമിലോട്ട് ചെല്ലുന്നു. അന്നേരം അവിടെ എന്താ അച്ഛാ നടന്നത്, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പം പറച്ചിൽ കേട്ടാൽ ഞാൻ ഗൾഫിൽ നിന്ന് വന്നതെന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുവാണ്. നിന്നെ ഞാൻ ഇത്രയും നാളും ദത്തെടുത്തതല്ലേ, അതങ്ങ് ഞാൻ മാറ്റിയെന്ന് പറയുമ്പോൾ എന്നെ പിന്നെയും താഴെ ഇട്ടോ എന്നിങ്ങനെ വിഷമത്തോടെ ചോദിക്കും അലീന. അന്നേരം പറയുന്നുണ്ട്, നിന്നെ താഴെ ഇടുവല്ല, കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റി, നീ ഇനി മുതൽ എൻ്റെ സ്വന്തം ചോരയാണ്, എൻ്റെ മകളാണ്, ആ രീതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കഥ മൊത്തം പറയുമ്പം അലീന ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അവർ വിശ്വസിച്ചോ എന്ന്. അന്നേരം വിശ്വസിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ, ഇങ്ങനെയും സംഭവിക്കാമല്ലോ എന്ന് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അത് സാരമില്ല, അങ്ങനെയെങ്കിലും എനിക്ക് അച്ഛൻ്റെ മകളാകാൻ പറ്റിയല്ലോ എന്നാണ് പറയുന്നത്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കേട്ടിട്ട് അവരൊന്നും മിണ്ടിയില്ലേന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മിണ്ടിയില്ലേന്നോ, പൊട്ടിത്തെറിച്ചു, ഞാൻ നയവഞ്ചകനാണ്, എന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, നീ എനിക്ക് നാണമില്ലേ, നട്ടലില്ലേ, ഉളുപ്പില്ലേ എന്നൊക്കെ ചോദിച്ചു എന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, അതല്ല അച്ഛൻ കേട്ടോണ്ട് നിന്നോ എന്നിങ്ങനെ വിഷമത്തോടെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിൽ ചിരിയാവുന്നത്, കാരണം അവർ ഈ പറയുന്നതെല്ലാം സ്വന്തം പെങ്ങളെയാണ്, പെങ്ങൾക്ക് യോജിച്ച കാര്യങ്ങളാണ് പറയുന്നത് എന്ന് അവർക്കറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്നു. അന്നേരം ഇതൊക്കെ കേൾക്കുന്ന അലീനയ്ക്ക് ടെൻഷനാണ്. അലീന പറയുക, അപ്പോൾ വഴക്ക് ഇതുവരെ തീർന്നിട്ടില്ല, ഇനിയും തീരില്ല, ഇനിയും പ്രശ്നങ്ങളുണ്ടാവൂലേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി അവരുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നു. അന്നേരം അലീനയ്ക്ക് ടെൻഷനാണെന്ന് അറിഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, നിൻ്റെ അടുത്ത് നിൻ്റെ അച്ഛനായിട്ട് ഞാനില്ലേ, പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് എന്ന് ചോദിച്ച് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ആ പ്രൊമോയിൽ ഈ വിവരങ്ങളെല്ലാം ശിവൻ വീട്ടിൽ പോയി പറയുന്നു. കമലയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ട് ഈ വിവരങ്ങളെല്ലാം മനുവിനെ വിളിച്ചറിയിക്കുന്നു. മനു നേരെ നെടുമ്പുരിക്കിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെല്ലുന്ന വൈജയന്തി പറയുന്നുണ്ട്, നീ വന്നത് അവളെ കാണാനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അലീനെ കാണണമെന്ന് പറഞ്ഞാൽ ചെല്ലുന്നത്. ഇത്തിരി ദേഷ്യത്തിലാട്ടോ മനു. ഏതായാലും മനു അലീനയോട് പോയി ചോദിക്കുന്നുണ്ട്, നീ ബാലേന്ദ്രൻ അങ്കിളിൻ്റെ മകളാണോ എന്ന്. അന്നേരം എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ അമ്മ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനു ഇത്തിരി ദേഷ്യത്തിലാണ്. മനു അതേ ദേഷ്യത്തോടെ ബാലേന്ദ്രൻ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പണ്ട് തെറ്റായ രീതിയിൽ നടന്നപ്പോൾ ഉണ്ടായ മകളെ ഈ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടാണോ നിങ്ങൾ ഈ നാടകമൊക്കെ നടത്തിയത്, ഇത്ര ചീപ്പായിരുന്നോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ സത്യം പറയുന്നതാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.